അമ്മയെ സോന വിളിച്ചിരുന്നോ? ആ നിന്റെ മേൽ പഴി ചാർത്താൻ പുതിയ രക്തം ഛർദ്ദിച്ചു. പ്യാരിയമ്മാനപ്പോഴത്തെ വിശക്കുന്നു. ഇപ്പൊ വരൂടാ. ഇങ്ങനെ താടാത് ഒരു സ്ഥാനത്ത് ഫോൺ വെക്കാൻ പറ്റില്ല. കളിക്കാതെ ഇതിങ്ങനെ തൂക്കിട്ടോണ്ടിരിക്കല്ലേ, അതിനകത്ത് പിടിച്ചിട്. ഇനി എത്ര ദിവസം പുറത്തുനിന്ന് ഭക്ഷണം മേടിക്കേണ്ടി വരുവാവോ? ഏട്ടിനൊന്നും ഉണ്ടാക്കാൻ അറിയാത്തോണ്ടല്ലേ. ഒരു ഉപ്പാവെങ്കിലും ഉണ്ടാക്കാൻ അറിയാമോ? അല്ല, നീ കാണിച്ച തോന്നിയ ദിവസം കൊണ്ടല്ല. ഞാൻ തോന്നിയ സാധനം എന്താ നോക്കി നടക്കണം തന്നെ. ഇപ്പൊ ഞാൻ വീണതാണോ കുറ്റം? അല്ല പിന്നെ ഓ അതാ വന്നു തോന്നുന്നുണ്ട് കേട്ടോ. നല്ല പാർട്ടിയാണ്. അമ്മാവരെവിടെ പോയതാ? വിശന്നിട്ട് ഭയങ്കര തിരക്കടാ. കഴിച്ചോ. ഹായ് ബിരിയാണി. ബിരിയാണി ഇട്ടിപ്പോ അവന്റെ ട്രൗസർ കൂടി പോലെ കേറ്റിടാ. തിന്നാൻ വേണ്ടി മാത്രം പ്ലേറ്റ് എടുത്ത് കഴിക്കട്ടാ. തീറ്റ തിന്നാൻ വേണ്ടി മാത്രം വളർത്തേണ ആ ചെക്കന. അല്ല, നീ എന്തൊരു മനുഷ്യനാണ്. എപ്പോ പോയത് അവിടുന്ന്? അതിന് ഞാനെങ്ങും പോയി താമസിച്ചല്ല. ആ നമ്മുടെ റെസ്റ്റോറന്റിൽ എന്തൊരു തിരക്കാണത്. ഞാൻ ഓർഡർ ചെയ്തിട്ട് മൈൻഡ് ചെയ്യണില്ലെന്ന്. ഇവരെന്തോ മറ്റേ ബൂബർ ഈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടല്ലോ. ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്താ നീ പറഞ്ഞത്? എനിക്ക് മനസ്സിലാവണല്ലേ. അളി ഇപ്പൊ ബൂബർ ഈറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണില്. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഈ ബൂബർ ഈറ്റിംഗ്സ് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. കണ്ട പറഞ്ഞാണ്ട അത് വന്നു കഴിഞ്ഞാൽ ആ എംബ്ലത്തും ഒന്ന് തൊട്ട് കൊടുത്താൽ ഏറ്റവും ടോപ്പ് റെസ്റ്റോറന്റുകളുടെ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ അഡ്രസ്സും കാണിക്കും. ആ ഫുഡ് ഇതിൽ കാണിക്കും. അതിന്റെ നേരെ കണ്ട ഓരോന്നിന്റെ റേറ്റ്. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ലൊക്കേഷൻ അവിടെ കാണിക്കും. എന്നിട്ട് ആ ഫുഡ് 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ വീട്ടിൽ വരും. ഇത്രയും സൗകര്യം ഉണ്ട് ഇതില്. ഇവിടെ കൊണ്ടു തരൂ? നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരൂന്ന്. അപ്പൊ ആ വണ്ടിയുടെ പൈസയും കൂടെ നമ്മൾ കൊടുക്കണ്ടേ? ഒന്നും വേണ്ട, നിസ്സാര പൈസയുള്ളൂ, നല്ല ഫുഡും കിട്ടും. എടാ പിന്നെ ഇതൊന്നും ചിലപ്പോ അത്ര നല്ല ഫുഡാവില്ല. വല്ല കല്യാണത്തിനൊക്കെ ബാക്കി വന്നിട്ടുള്ള ബിരിയാണിയോ അതൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് കൊടുക്കുന്നതായിരിക്കും. എന്റെ അളി ഇത് ചില്ലറ കളിയല്ലേ. ഇന്റർനാഷണൽ കമ്പനികളാണ് ഇതിന്റെ പുറകില്. നമ്മളറിയാഞ്ഞിട്ടാണ്. അളിയെ നമ്മ ടൗണിലൊക്കെ പോകുമ്പോ പെട്ടി പോലത്തെ ഒരു ബാഗ് തൂക്കിയിട്ടിട്ട് 2 വീലറിന് പിള്ളേര് പായാറില്ലേ, അത് ഇതിന്റെ ഡെലിവറി ബോയ്സ് ആണ്. ഓരോ വീട്ടിലേക്കുള്ള ഓർഡർ എത്തിക്കാണ് അവരാ കാണുന്നത്. ശരി. ആ എന്തൊരു കാര്യം ചെയ്താലോ? ഇവളുടെ ഈ കൈ ശരിയാവുന്നവരെ നമുക്ക് ഇതിന്ന് ഭക്ഷണം വരുത്തിച്ചാലോ? നല്ല കാര്യമാണ്. ഉഗ്രം ഫുഡും കിട്ടും, നിസ്സാര പൈസയേ ഉള്ളൂ. എത്ര ദിവസം കൊണ്ട് റെസ്റ്റ് ചെയ്ത്? ഇതിപ്പോ 15 ദിവസമൊക്കെ മതി എന്നാ പറഞ്ഞത്. പക്ഷെ ഇവളുടെ രീതിക്ക് അനുസരിച്ച് എങ്ങനെ പോയാലും ഇപ്പൊ അതൊരു മാസം പിടിക്കും. അതുപോലെ ആ കൈ വെച്ചിട്ടൊന്നും ചെയ്യാൻ വേണ്ട. ഒരു പണി ചെയ്ത് വെച്ചാൽ മതി. ഇത് ലാഭമാളിയാ. ഗ്യാസ് വേണ്ട, പാത്രം കഴുകണ്ട, വേറെ പലചരക്ക് സാധനം മേടിക്കണ്ട. നമുക്ക് എന്ത് ഫുഡാ വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് തൊട്ട് കൊടുത്തേച്ചാൽ മതി. എന്ത് ഫുഡും കിട്ടും. കണ്ട ഉണക്കമുള്ള വറുത്തത് വരെ ഉണ്ട്, പൊടിയരി കഞ്ഞി, എന്ത് വേണേലും കിട്ടും. ഒറ്റ കുഴപ്പമുള്ളൂ, കൈ കഴുകാൻ അവര് നിൽക്കൂല. അത് നമ്മൾ സ്വന്തം കഴുകണം. ബാക്കി എല്ലാ സൗകര്യമായിട്ടുണ്ട് ഇതില്. നീ ഒരു കാര്യം ചെയ്യ്, അതൊക്കെ എന്റെ ഫോണിൽ ശരി തന്നെ. നിസാര ഒന്ന് ആ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. ഒന്ന് ഇറങ്ങി നടക്ക ചേച്ചി. എന്തോരം 100 സ്ഥലത്തെത്താനുള്ള ബിരിയാണി അല്ലേ? ആ ബിരിയാണി അല്ലേ? ഓർഡർ ചെയ്ത ബിരിയാണി അല്ലേ? അപ്പൊ അതായിരിക്കും കേട്ടാ. എടുത്താവും വിശന്നിട്ടേ. കുറച്ചിട്ട് കഴിച്ചാൽ മതിട്ടാ.
ഇത് എവിടെ ഓർഡർ ചെയ്തത്? ഒന്ന് പുതിയൊരു ഹോട്ടലിൽ വേട്ടാ, ആണോ? അവിടുത്തെ സ്പെഷ്യലാണേ. ആ അതന്നെ വേറൊരു മണമാണ്. നീ ഇരുന്നോ? ഞാൻ കഴിക്കാം, നിങ്ങൾ കഴിക്കാദ്യമേ. ഇനി നിന്നോടൊരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. നിന്റെ ഈ കൈ ഒടിഞ്ഞോണ്ടാണല്ലോ നമ്മള് ഊബറിലൊക്കെ ഓർഡർ ചെയ്തിട്ട് ഭക്ഷണം വരുത്തി കഴിച്ചു തുടങ്ങിയത്. ഇപ്പൊ ആ കൈ ശരിയായി. ഇനി നമുക്ക് പഴയ പോലെ അടുക്കളയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ പോരെ? ഇതാ പറയണത് ഏട്ടൻ പൊട്ടനാണ്. എന്തേ പറയുമ്പോ വലിയ കോൺട്രാക്ടർ ഗ്യാ, പക്ഷെ ബുദ്ധിയില്ല. ബുദ്ധിയോ? ആ ബുദ്ധിയില്ല. ഏട്ടൻ ഇപ്പൊ ഒന്ന് ആലോചിക്ക്, നമുക്ക് ഇന്ന് ഇവിടെ സാമ്പാർ വെക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് കടയിൽ പോയി പച്ചക്കറി മുഴുവൻ മേടിച്ച് അതിന്റെ പൈസ കൊടുത്ത് പിന്നെ തിരിച്ച് ഇവിടെ വന്ന് അത് മുഴുവൻ വെട്ടി നുറുക്കി പിന്നെ അത് വേവിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് പിന്നെ അത് വെന്ത് കഴിഞ്ഞ് ഇവിടെ വന്ന് പിന്നെ അതിന്റെ പാത്രം കഴുകല് ബഹളം അത് വേറെ. ഇതാവുമ്പോ അങ്ങനെയുണ്ടോ? ഫോൺ എടുക്കുക, കുത്തുക, സാധനം വരിക. അപ്പൊ അതല്ലേ എളുപ്പം. ഗ്യാസിന്റെ വില, പച്ചക്കറിയുടെ വില, മീനിന്റെ വില, ഇറച്ചിയുടെ വില, ഇതൊക്കെ കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. നമ്മൾ ഒരു മാസം ഇവിടെ ഇത് ഓർഡർ ചെയ്യാനുള്ള പൈസയും ഇവിടെ സാധനങ്ങൾ വച്ചുണ്ടാക്കുന്ന പൈസയും കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. ഇതല്ലേ ലാഭം? ആണല്ലേ? പിന്നല്ലാതെ വെറുതെ പണി എടുക്കണ്ട, പാത്രവും കഴുകണ്ട. ഇതാകുമ്പോ നമുക്ക് ആവശ്യത്തിന് ബാക്കി സമയവും കിട്ടും. ഡാ, നിനക്ക് ഞാൻ ഉണ്ടാക്കണ ഭക്ഷണം വേണോ ഇത് വേണോ? ഇത് മതി, അതല്ലേ ഇഷ്ടം. എന്നാ പിന്നെ ആയിക്കോട്ടെ. ഒന്ന് പറഞ്ഞൂടെ മതി എനിക്ക് സൂതാട്ടോ, ഒന്ന് പറയണ അന്ന് വന്ന് പിടിച്ചുകൂടേത്. നീ എന്നെ വിളിച്ചായിരുന്നു, ഞാനിവിടെ ഉണ്ടല്ല. പൊട്ടെടുത്തു ഈ 3 എണ്ണം ഒന്ന് പാർസൽ ചെയ്തേ കിട്ടാ. ഇപ്പൊ വേണ്ടെന്ന് ഞാൻ പറയാ. ആദ്യം ഞാൻ ഈ ചോറ് എടുക്കട്ടെ, ഇതിന്റെ കറിയൊക്കെ കവറിലാക്കി. ഞാൻ ഓരോ പാക്കറ്റ് ചോറിനും കറക്റ്റായിട്ട് ചിക്കന്റെ പീസ് ഇവിടെ വെച്ചല്ലേ മതി കടിച്ചത്. ഒരു ആൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, മനുഷ്യന്മാർക്ക് തിന്നണ്ടേ ഇത്. മനസ്സിലല്ലോ അത്ര തിന്നുകാരാണ് പാത്രം ഇതൊക്കെ. നീ ഇതെന്താ കാണിക്കുന്നത്? CCTV ആര് കാണാൻ വേണ്ടിട്ട്? നമ്മ 3 ആള് കണ്ടാ പ്രശ്നമില്ലല്ലോ. എടാ അങ്ങനെയല്ലോ, ഒരു മനുഷ്യത്വം വേണ്ട, ഇത് മനുഷ്യർക്ക് കൊടുക്കണ്ടല്ലേ. അതെ, ഇത് തിന്നെ എടുക്കരുത്, എന്നോട് ചോദിക്കണം. ഇനി അത് പാർസൽ ചെയ്യേ. എത്ര പാർസൽ ചെയ്യണമെന്നറിയോ? ഇത് സുഖതട്ട ഞാനല്ലേ ഈ പണി പറ്റെടുക്കും. നിങ്ങൾ ഈ പാർസൽ മാത്രം ഇത് സാധനം മൊത്തം ചോറ് വല്ല ആക്കിയിട്ട് ഇവിടെ കൊണ്ടച്ചു. അത് പാർസലാക്കാൻ വലിയ പണിയൊന്നുമില്ല. ഒരു 3 ചിക്കൻ ബിരിയാണി. ഒരു മിനിറ്റ്. 3 ചിക്കൻ ബിരിയാണി, ഒരു ചില്ലി ചിക്കനും. 3 ചിക്കൻ ബിരിയാണി, ഒരു ചില്ലി ചിക്കനും. മറ്റേ നേരത്തെ പറഞ്ഞ 15 എവിടെ? അത് റെഡിയാ. എവിടെ? ഇത് 3 എണ്ണല്ലേ കാണുള്ളൂ. അത് ആദ്യം പറഞ്ഞ 13 എണ്ണം വേറെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വേറെ 3 എണ്ണം. അത് കാണിക്ക്, ആ 13 എണ്ണം കാണിക്ക്. അതെവിടെ ഞാൻ പുറത്തോട്ട് അത് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് ക്യാഷിലേക്ക് എടുക്കാം. ഒട്ടുമ്പോൾ ഇന്റെ അടുത്ത് നടക്കൂലേ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ 3 ആളെ ഇവിടെ പെടുത്ത് തിരിഞ്ഞു കളിക്കണത് ഒരു കാര്യം. 15 എണ്ണം ഞാൻ നേരെ ഈ കസ്റ്റമേഴ്സ് വിളിക്കുമ്പോ ഞാൻ എന്താ പറയാന്ന്? നിങ്ങൾ എന്താ ഈ പറയണത്? 2 കയ്യല്ലേ ഉള്ളൂ, യന്ത്രം പോലെ പണിയെടുക്കാൻ പറ്റുമോ നമുക്ക്? ഓ, അല്ലെങ്കിൽ നിങ്ങളാണ്ട് പണിയെടുക്കും. ആട് തിന്നണമാരി ഇങ്ങനെ തിന്നോളൂ ഏതു നേരം കേട്ടോ. ഏതു നേരം ഇങ്ങനെ ചവച്ചോണ്ടിരിക്കണം. ഒരു പണിയെടുക്കരുത്. 18-ാം വയസ്സിൽ തുടങ്ങിയ നിങ്ങൾ ഈ ഹോട്ടലിൽ വന്ന് തിന്നായി. എന്താ ഒന്നും മിണ്ടാതെ? ഞാൻ തിന്നാലേ അല്ലേ പണിയെടുക്കാൻ പറ്റുള്ളൂ, ആരോഗ്യം വേണ്ടേ? അതാ ഞാൻ പറഞ്ഞത്, പണിയെടുക്കണം. പണിയെടുത്തിട്ടാ തിന്നല്. ഇത് മാത്രമേ കാണുന്നുള്ളൂ. അനക്കെന്താ പണി ഇവിടെ? നീ പാതിരാത്രി പോലെ ഓർഡർ എടുത്തുകൊണ്ട് നിൽക്കല. നമുക്കൊരു റെസ്റ്റ് ഇല്ല, നമുക്ക് റെസ്റ്റ് വേണം. എനിക്ക് റെസ്റ്റ് വേണ്ടി ഈ ഒരു പണി ഈ ഫുള്ള് റെസ്റ്റ് എടുത്തോ, വീട്ടിൽ പോയിക്കോ. ഞാൻ അവിടെ ബംഗാളികളെ വെച്ചോളാം. എന്തേ ബംഗാളികളുടെ കാര്യം പറയരുത്. പണയത്തെ പോലെ ഒന്നും ബംഗാളികളെ കിട്ടില്ല. 10-600 രൂപയുടെ കൊടുക്കണം. സുഗത, ബംഗാളികളെ എങ്ങനെ കിട്ടണം എന്നൊക്കെ നമ്മൾ മൊയിലാളി തീരുമാനിക്കും. ഇജ്ജ് എന്റെ പണിയെടുത്താൽ മതി. ഉണ്ണിയെ പൊറോട്ട അടിക്കണം, പൊറോട്ട തീർന്നിക്കണം. ഇനി പൊറോട്ട അടിക്കണം. പിന്നെ പൊറോട്ട അടിക്കാൻ പിന്നെ എന്റെ പേരൊന്നും ഉപ്പ വരുമോ? അതിന് ഓർഡർ വന്നു. എന്റെ മൊയ്തൊക്കെ ഞാൻ 10-200 മുട്ട തൊലിച്ച് വെച്ച് പൂങ്ങിട്ടെല്ലാം റെഡിയാക്കിട്ടെല്ലാം വെച്ചു. അതൊന്നും എന്റെ പണിയാണല്ലോ. മുട്ടനെ തോല് വിളിക്കല് അതും ഈ അടിക്കണം, പൊറോട്ട അടിക്കലും ഈ അടിക്കണോ? ഒരു 2-3 പണിക്കാർ കൂടി വെക്കാം. 2-3 ആക്കണ്ടോ? ഒരു 10 ആളെ വെക്കാം. എന്തേ ഈ ഹോട്ടലിൽ ആളൊന്നും കാണുന്നില്ല, കച്ചവടമൊന്നുമില്ലേ? അപ്പൊ നിങ്ങൾ വിവരം അറിഞ്ഞില്ല? ഇല്ല. ഹോട്ടലിൽ ഇപ്പൊ ആള് കുറവല്ലേ? കംപ്ലീറ്റ് ഓൺലൈൻ വഴി സാധനം പോവല്ലേ? അതെങ്ങനെ? ഓൺലൈൻ വഴിയെന്ന് എനിക്ക് കിട്ടുമോ?
പിന്നെ കിട്ടാണ്ട് നിങ്ങൾക്ക് അതിന് മറ്റേ മൊബൈൽ ഇങ്ങനത്തെ മൊബൈൽ ഉണ്ടോ? ഇല്ല 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 ഇങ്ങനെ കുത്തുന്ന പോലെ. അതുപോരാ, സ്മാർട്ട് ഫോൺ വേണം. ഇങ്ങനത്തെ മക്കളോടൊന്ന് മേടിച്ചു തരാൻ പറയും. അതെയാ? എളുപ്പമാണ്. ഇപ്പൊ ഈ ബൈക്കാണ് ആൾക്കാർ മുഴുവൻ സാധനം ഓർഡർ ചെയ്യണത്. അതെയാ? ഇതാ കണ്ടില്ലേ, കംപ്ലീറ്റ് പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുപ്പിൽ തീ മൂട്ടേ വേണ്ട. ഹോട്ടലിലാണ് കുറവാ. അതെ, തിരക്കില്ല. കംപ്ലീറ്റ് വീട്ടിലേക്ക് സാധനം. പെണ്ണുങ്ങളൊക്കെ ഇതിന്റെ പിറകിലാപ്പോ. അതെയാ? എല്ലാവർക്കും ഇതിന്റെ ജ്വരല്ലേ. അതെ. ഇത് ദുനിയാവിലിപ്പോ നിങ്ങൾ മാത്രമേ ഓർഡർ ചെയ്യാത്ത ആളുണ്ടാവും. അതെ. മക്കളോട് പോയി ഇങ്ങനത്തെ ഒരു മൊബൈൽ മേടിച്ചു തരാൻ പറയും. ഒന്ന് പറയണം. എന്താ വേണ്ടത്? ഒരു ചായ വേണം. രാജവേട്ടൻ ചായ കൊടുക്കണോ? ഒരു ചായ കൊടുക്കുക രാജവേട്ടന്. 1.5 മണിക്കൂറാവും. അതിന്റെ ഈ ആസാമ് പോയിട്ട് തേയില പറിച്ചിട്ട് വന്നില്ല ചാണ്ടാക്കാൻ പോണ്. പച്ചവെള്ളത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, അടുപ്പ് ഒഴിഞ്ഞിട്ടില്ല. ഇനി ആദ്യം വെള്ളം ചൂടായിട്ട് വേണം. അത് ഊജാലി വഴി പോയി. ജസ്റ്റ് മിസ്സായി. 3 ദിവസമായി മുങ്ങി കളിക്കുന്നത്. ഇനിയും ദിവസം ഉണ്ടല്ല. ഇതിൻ്റെ ഉള്ളിൽ നടക്കുവാൻ ബിരിയാണി ചിക്കൻ അല്ലേ? പണിയൊക്കെ മറ്റേ പാർസലൊക്കെ നോക്കി. ഇപ്പൊ പറഞ്ഞ 3 ബിരിയാണിന്റെ പാർസൽ കാര്യങ്ങളും നോക്കി. അതൊന്ന് എടുത്ത് വെക്കി സുമേഷേട്ടാ. എന്തെങ്കിലും പണിയടിക്കും നിങ്ങള്. ഈ പറയണൊക്കെ നിങ്ങളോടല്ലേ? കളി അങ്ങോട്ട്. ഇങ്ങനത്തെ കവർ കുറച്ച് ഒരു ആ കവറൊക്കെ ഞാൻ കൊണ്ടുതരാം. അവിടെ കൗണ്ടറിലുണ്ട്. അപ്പൊ നിന്ന് തിരിയാതെ തന്നെ ബാക്കിയുള്ള ഓർഡറൊക്കെ എടുത്ത് വെക്ക്. എന്തോ നോക്കിയേ സംഭവം നോക്കി. എന്തൊക്കെയാണ്? ചിക്കൻ ഫ്രൈഡ് റൈസ് ഒരെണ്ണം, 65 ഒരെണ്ണം, ചിക്കൻ 65, പിന്നെ നൂഡിൽസ്, നൂഡിൽസ്. ഊബറിന് ഓർഡർ എടുത്ത് കൊടുക്ക്. ഊബറിന് ഓർഡർ എടുത്ത് കൊടുക്ക്. അത് പാർസൽ ചെയ്തിട്ടില്ല. പാർസൽ ചെയ്തിട്ടില്ല. എന്തീ പറയണേ? എന്താണ് ഈ ഞാൻ 15 മിനിറ്റ് മുന്നേ ഇവിടെ വന്ന് പറഞ്ഞതല്ലേ ഓർഡർ എടുത്ത് വെക്കാൻ? എന്താക്കി നിങ്ങൾ ഇത്ര നേരം? അല്ല, അപ്പോഴേക്കല്ലേ നമ്മള് മറ്റേ 13 ബിരിയാണിന്റെ വേറെ ഓർഡർ വന്നു. അത് മനുഷ്യനും അത് പെട്ടെന്ന് എടുക്കണേ. സാധനം എടുക്കപ്പെടുന്ന ആളുകളുടെ മുമ്പിൽ നിന്നിട്ട് നാണം കടന്നു വരും. അല്ലേ, ഒരു 5 മിനിറ്റ് ഇപ്പൊ ശരിയാക്കി. നിങ്ങൾക്ക് 5 മിനിറ്റ് 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ മേലേക്ക് ചെല്ലുന്നത് ഞങ്ങളാണ്. 5 മിനിറ്റിന് ഇതൊക്കെ ഇപ്പൊ ശരിയാക്കുന്നു പറഞ്ഞെങ്കിൽ ഞങ്ങളുടെ സർവീസിനാണ് മോശം തരാ. ഇത് മതി, ഞങ്ങൾ ശമ്പളം കുറയ്ക്കാനായിട്ട്. ഇപ്പൊ ഇവിടെ 2 ആൾക്കാർ ലീവായി പോയി. അതുകൊണ്ടാണ് ഇത് പറ്റുന്നത് ഓർഡർ എടുത്താ പറയുന്നത്. ഓർഡർ 100 പാഞ്ഞിട്ടാണ് ആളുകളുടെ ഈ സാധനം എത്തിച്ചു. സംഭവം എനിക്കറിയാം. എന്തൊരു കഷ്ടം ചോദിച്ചോക്കെ. എന്താ അറിയോ, ഓർഡർ ഒരുപാട് വരുന്നുണ്ട്. ഹോട്ടലിലാണില്ല. ഹോട്ടലിൽ എങ്ങനെ ആളുണ്ടാവും? എല്ലാ ആൾക്കാരും ഓർഡർ ചെയ്യില്ല. ഒരു സാധനം ഇപ്പൊ വെച്ചുണ്ടാക്കണല്ലോ. വീട്ടിലൊരു സാധനം വെക്കണില്ല, ഒക്കെ ഇങ്ങനെ ഓർഡർ ചെയ്യണ് എല്ലാ വീട്ടിലും. അല്ല, നന്നായി നമുക്കൊരു ജോലിയല്ലോ. പക്ഷെ വേറൊരു കാര്യം കിട്ടാ, കമ്പനി ഇപ്പൊ ഇവിടെ വന്നിട്ട് സാധനങ്ങൾ ആളുകൾ മേടിക്കുന്നതിനേക്കാളും വില കുറവില്ല കമ്പനി ഇപ്പൊ കൊടുക്കുന്നത്. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോണ്ടല്ലോ ആളുകൾ ഇതൊക്കെ ഒന്ന് ശീലമായിട്ട് വന്ന് ഇതിലങ്ങോട്ട് അഡിക്റ്റ് ആവും. കമ്പനി വില കിട്ടും. ഒരു സാധനം വീട്ടിൽ വെക്കാത്ത സമയം വരുമ്പോ കമ്പനി റേറ്റ് ആക്കി. അന്ന് ഈ ആളുകളൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇതേമാതിരി ഓർഡർ ചെയ്തിട്ട് വാങ്ങും. ചോദിച്ച കാശ് കൊടുത്ത് സാധനം വാങ്ങും. ശീലാവും. ഈ ഒരു ഭാഗത്ത് ചായ എടുക്കണം. ഒന്നും വിട ഈ ഒരു സമാധാനം. നൂഡിൽസ് എടുത്ത് നൂഡിൽസ് എടുക്ക്. ചില്ലി ചിക്കൻ വീണ്ടും വന്നോണ്ട് കേട്ടോ. അതെടുക്കട്ടെ, അതെടുക്കട്ടെ. അപ്പൊ ഞാൻ എത്തിക്കാം. എടുത്തോ വരുമ്പോ വായിക്കുന്നു. ഇത് എവിടുന്ന ചായ ഓർഡർ ചെയ്തത്? ചായ നമ്മൾ ആ സ്ഥിരം വായിക്കുന്ന കടയിൽ നിന്ന് മതിയായിരുന്നല്ലോ. ഏട്ടാ, അത് മസാല ടീ സ്പെഷ്യൽ എന്നൊക്കെ കണ്ടപ്പോ ഞാൻ ഓർഡർ ചെയ്തു പോയതാ. കൊള്ളൂല്ലോ അത്. ഏട്ടൻ എന്നപ്പോ ഏട്ടന് മാത്രം ഒന്ന് ഓർഡർ ചെയ്താ. അല്ല വേണ്ട, ഇനിയിപ്പോ ഇത് കുടിക്കാം. പിന്നെ രാത്രിക്ക് നമുക്ക് ഇന്ന് മസാല ദോശ മതി. ഓ സമാധാനം. ഇന്ന് നോണ് വേണ്ട. വേണ്ട. ആ ആരാ ആരാതെ? ചേച്ചി ആരാ? എന്താണ് വീടിന്റെ വാതിലൊക്കെ തുറന്നിട്ടിട്ട് രണ്ടാളും കൂടി ഇവിടെ എന്താണ് കള്ളന്മാര് കയറിയ പോലെ അറിയില്ലല്ലോ. ഹലോ ഹലോ. അയ്യോ, അല്ല എന്താ പതിവില്ലാതെ വഴിക്കൊക്കെ? പൂർണ്ണത്രേശന്റെ അമ്പലത്തില് ഒരു വഴിപാടുണ്ടായിരുന്നു. ഓ, അപ്പൊ അതങ്ങള് കഴിപ്പിച്ചിട്ട് അവിടെ വരെ വരുമ്പോ പിന്നെ ഇവിടെ വരാണ്ട് പോണ ശരിയല്ലല്ലോ. മാത്രമല്ല കുറെ നാളായിട്ട് ആലോചിക്കണം ഇങ്ങോട്ട് വരണമെന്ന്. പക്ഷെ ഇവക്ക് ഇപ്പൊ ഭയങ്കര തിരക്ക്. ടീച്ചറാണ്. എന്റെ മണ്ടു വെച്ചി ചേട്ടൻ എപ്പോഴും തുള്ളലും കളിയായിട്ട് നടക്കണേ. എന്നിട്ട് എന്റെ മേത്തേക്ക് കുഴപ്പം പറയാ. അല്ല നിന്റെ ഈ തുള്ളികളി ഇപ്പോഴും നിർത്തിയിട്ടില്ല. സത്യേട്ടാ, ഓട്ടം തുള്ളലും കഥകളി സീസൺ അല്ലേ? അതെ, അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്.
അല്ല എന്നാലും എത്ര കാലായി ഇങ്ങോട്ട് വന്നിട്ട്? എന്റെ മണ്ടു വെച്ചിയെ ചേച്ചിയുടെ കൈ ഒടിഞ്ഞ സമയം തൊട്ട് ഞാൻ പറയാൻ തുടങ്ങിയതാണ് ചേട്ടനോട് വരാൻ. ചേട്ടൻ എന്നും തിരക്കല്ലേ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ മാസം കുറെ ആയി. അല്ല ഏതാ പൊട്ടിയ കൈ? തന്നെ ഇതാണ് പൊട്ടി. ഇനിയിപ്പോ ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലേ? അല്ല അപ്പച്ചി എന്താ പറയണു? അപ്പച്ചി സുഖമായിട്ടിരിക്കണു. പക്ഷെ വൈകിട്ടാവുമ്പോ അപ്പച്ചിക്ക് എന്നും വയ്യായ വരും. എന്നിട്ട് എന്നോട് കൈ തിരുമ്പ് കാല് തിരുമ്പ് തന്നെ. എനിക്കാണെങ്കിൽ പണിയെടുത്ത് വയ്യാണ്ടായി ചേട്ടാ. അതെ ഇപ്പൊ വൈകുന്നേരം ആയി കഴിഞ്ഞ ഒന്ന് കാല് തിരുമ്പി ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നും പോണില്ല. ഇനി അതിന്റെ വഴക്ക് വേണ്ട. അല്ലേ ചി, ഇത് നമ്മുടെ പണ്ടത്തെ അടുക്കളയായിരുന്നില്ലേ? ഇപ്പൊ അടുക്കള പുറത്തേക്ക് എടുത്താ? അടുക്കള പണ്ടത്തെ അടുക്കള തന്നെ. ഇവിടുത്തെ സാധനമൊക്കെ ഞങ്ങൾ ആക്രിക്കാരന് കൊടുത്തു. അപ്പൊ നിങ്ങൾ വേവിക്കലും കഴിക്കലൊന്നും ഇല്ലേ? പറഞ്ഞോ പറഞ്ഞോടെ. അതെ ഇപ്പൊ ഞങ്ങള് ബൂബറിൽ ഓർഡർ ചെയ്യാ. ബൂബറോ? അതാരാണ്? അതാരുമല്ല, അത് നമ്മുടെ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എന്ത് ഭക്ഷണം വേണ്ടത് വെച്ചാൽ അതിനകത്ത് ഓർഡർ ചെയ്യാം. അപ്പൊ നമ്മുടെ വാതിലിന്റെ ഉമ്മറത്ത് അവിടെ കൊണ്ടുതരും. ആര് കൊണ്ടുതരും? ബൂബറിന്റെ ആളുകള്. അപ്പൊ നമ്മള് ഹോട്ടലിൽ പോണ്ട, എന്തിനു വേണം? നിങ്ങളും കൊണ്ടുവരൂല്ലേ? നമ്മളൊന്നും ചെയ്യണ്ട, വെറുതെ ഓർഡർ ചെയ്യാ, ഇവിടെ ഇരിക്കാ. അത് പിന്നെ ഞങ്ങൾക്ക് ശീലമായപ്പോ ഞാൻ വിചാരിച്ചു എന്തിനാ ഈ അടുക്കളയിൽ ഇത്രയും സാധനം എല്ലാം എടുത്ത് വിറ്റ്. അതുകൊണ്ടെന്താ എനിക്ക് ഡൈനിങ് ടേബിൾ ഇടാൻ ഒരു മുറി വലിയത് കിട്ടിയില്ലേ? അപ്പൊ വീട്ടിൽ ഒരു പണി എടുക്കണ്ടേ ചേച്ചി? എന്തിന് ചേട്ടാ ഇത് കൊള്ളാലോ, നമുക്ക് ഇത് ഓർഡർ ചെയ്താലോ? അത് നമുക്ക് കൊള്ളില്ല, അവർക്കേ കൊള്ളാവൂ കേട്ടോ. അത് നിങ്ങളുടെ അവിടെ കിട്ടാൻ സാധ്യതയില്ല, അത് നാട്ടുമ്പുറല്ലേ. ഇതിപ്പോ ഈ ടൗൺ ബേസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളെ ഇപ്പൊ ഉള്ളൂ. എന്തായാലും അത് സമാധാനമായി. എന്താ പിന്നെ ഏട്ടാ നമുക്ക് ടൗണിക്ക് മാറാന്നേ? അത് വേണ്ടെന്നേ, പണിയൊന്നും എടുക്കാണ്ടിരിക്കാനല്ലേ. പ്ലീസ് അച്ഛാ, നമുക്ക് ഇങ്ങോട്ട് മാറാം. ഏയ് അതൊന്നും ശരിയാവില്ല മോളെ. അപ്പൊ കണ്ണൻ ചേട്ടൻ്റെ ഒപ്പം എനിക്ക് കളിക്കാലോ. പക്ഷേ വേറെ കാര്യമുണ്ട്, അമ്മൂമ്മയുടെ ഒറ്റയ്ക്കായി പോവും. അമ്മൂമ്മേനെ നമുക്കേ ബൂബറിൽ ഓർഡർ ചെയ്യാം. എന്തിന്? അപ്പൊ ബൂബർ അമ്മൂമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവരുമല്ലോ.